എടാ ദാമു, ദാമു, ഇവനിതെവിടെ പോയി പണ്ടാരടങ്ങി കിടക്കുന്നു? ദാമു, ദാ വരുന്നേ. ആ ഫോൺ അടിക്കുന്നത് കേൾക്കുന്നില്ലേ നീ? അതെടുത്ത് ആരാ നോക്ക്. ശരി മാധവേട്ടാ. ആ പിന്നെ കതിരൂരിലെ ഗഫൂർ മാപ്പിളയാണെങ്കിൽ ഞാനും എന്റെ കുടുംബം വേളാങ്കണ്ണിക്ക് പോയെന്ന് പറഞ്ഞിട്ട് കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കണ ആ പഹയനോട്. ആരാടാ താമോത്? കൊപ്രാക്കളത്തിലെ നമ്പ്യാറാ. നമ്മുടെ ഓയിൽ മില്ലിലെ മെഷീൻ ശരിയാക്കാൻ ആൾക്കാരെത്തിരുന്ന് പറയാൻ വിളിച്ചതാ. ഓ, ഞാനതങ്ങ് മറന്നു. അല്ലെങ്കിൽ ഈ പത്രം കയ്യിൽ കിട്ടിയാൽ എന്തൊക്കെയാ പുലി? കൊടികൊത്ത് രാഷ്ട്രീയം, ഹിമാലയൻ ഗുണ്ടായുസം, വിദ്യാഭ്യാസ കച്ചവടം. ഹോ, നമ്മുടെ നാടിന്റെ ഒരു ഒക്കെ. മാധവൻകുട്ടി അല്ല, ഇതാര്? രാവുണ്ണായിരുന്നോ? വന്നാട്ടെ, വാ കേറിയിരി. ഓ, നീ ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വല്ല കലാപരിപാടിയുമായി രാവിലെ തന്നെ പോയി കാണുമെന്ന്. അല്ല, നിന്റെ കിങ്കരപ്പടയുടെ ജീപ്പ് പാലത്തിന് മുകളോടെ പോണതുകൊണ്ട് എങ്ങോട്ടാ? എവിടേക്കാ നിന്റെ തല്ലുപരിപാടി? ഓ, രാവുണ്ണേട്ടൻ പറയുന്ന കേട്ടാ തോന്നും ഞാനിപ്പോ ഈ കരയിൽ ഒന്നാം തരം ചട്ടമ്പിയാണെന്ന്. പിന്നെ ചട്ടമ്പിയല്ലാതെ നീ പിന്നെ ആരാ ഇവിടുത്തെ? എന്ത് ഭാവിച്ചുകൊണ്ടാ നിന്റെ ഈ പോക്ക്? ഇന്നെ നീ കാട്ടിക്കൂടിയതൊക്കെ ഞാൻ അറിഞ്ഞു. കാര്യം പറയാവുന്നേട്ടാ, നീ ഗർവിക്കാതെ. ഓ, ഒന്നും അറിയാത്ത പോലെ അങ്ങ് നിൽക്കുന്നു. ആ സബ് എഞ്ചിനീയർ റഫീഖിന്റെ മേത്ത് കൈവെക്കേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു നിനക്ക്? ഉണ്ടായസം കുറച്ച് കൂടുന്നത് നിനക്ക്. അപ്പൊ അതാണ് കാര്യം. ഓ, അത് രാഹുൽ ചേട്ടൻ അറിഞ്ഞോ? അറിഞ്ഞു. അതിനീ കയ്യിൽ അറിയാൻ മറ്റാരും പാടില്ല. പറയടാ, എന്തിനാണ് ഞാൻ അവനെ തല്ലിയത്? ഇങ്ങോട്ട് ചീറിക്കൊണ്ട് വരുന്നതുകൊണ്ട് ആ സബ് എഞ്ചിനീയർ റഫീഖിന്റെ വിളവങ്ങളെ പറ്റി ഒന്ന് അന്വേഷിച്ചോ? എന്താടാ, പറയടാ. രാഹുൽ ചേട്ടാ, നമ്മുടെ പ്രമോദനില്ലേ? ഏത്? നമ്മുടെ പ്രമോദൻ. നമ്മുടെ പ്രമോദൻ. അവൻ അങ്ങാടിക്കടുത്ത് പുതുതായി തുടങ്ങാൻ പോയ റോഡ് ഫാക്ടറിയെ കുറിച്ച് അറിയാമല്ലോ. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം? ബന്ധമുണ്ട് രാഹുൽ ചേട്ടാ. ആ ഫാക്ടറിയുടെ കണ്ടീഷനൊക്കെ പഠിച്ച് അത് പച്ചക്കൊടി കാണിക്കേണ്ട പാർട്ടിയായി ഈ സബ് എഞ്ചിനീയർ റഫീഖ് സാർ. എല്ലാ കാര്യവും ഓട്ടായിട്ടും കഴിഞ്ഞ 3-4 ദിവസമായി വട്ടം കളിക്കുകയാണ് നമ്മുടെ പ്രമോദനെ ആ പഹേ. അത് ശരിയില്ല, ഇത് ശരിയില്ല എന്ന് പറഞ്ഞത്. ഒടുവില് ഈ പുള്ളിയെ നല്ലൊരു തുക കൈമടക്ക് കൊടുത്താലേ കാര്യങ്ങൾ മുന്നോട്ട് പോവുക എന്ന് വന്നപ്പോൾ മാധവൻ കുട്ടിക്ക് ഇതിൽ ഇടപെടേണ്ടി വന്നു. കൊടുത്തു, കൈ മടക്കി തന്നെ കൊടുത്തു. 5ഉം 10. ഈ നാടിനെ അവതാരത്തിലാക്കുന്ന പരവന്മാരാ ഇവരെപ്പോലുള്ള കൈക്കൂലിക്കാരും അഴിമതിക്കാരും. അതുകൊണ്ട് വളം വെച്ച് കൊടുക്കില്ല മാധവൻ കുട്ടി ഇമാതിരി കളികൾ. ഓ, എന്നാൽ തല്ലൊരു പരുവത്തിലാക്കേണ്ടിയിരുന്നില്ല. നിനക്കവന് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാമായിരുന്നില്ലേ? മാധവൻകുട്ടി 4 വർത്താനം പറഞ്ഞാൽ നിനക്ക് നിർത്താവുന്നതേ ഉള്ളൂ. പക്ഷേ ഇവന്റെ ഈ വകതയിൽ ഈ നാട്ടിലെ ഒരു കുട്ടികളും പുറത്തെടുക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാ തല്ലൊരിക്കത്. രാഹുൽ ചേട്ടാ, അതൊക്കെ പോട്ടെ. രാഹുൽ ചേട്ടന്റെ കാലുവേദന ഇപ്പൊ എങ്ങനെയുണ്ട്? ആ AKGയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഓ, ഇന്നെങ്കിലും നീ അത് എന്നോട് ചോദിച്ചല്ലോ. ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം നീ എന്നെ തിരിഞ്ഞു നോക്കിയോടാ. ഓട്ടടാ, നിനക്കൊക്കെ ഇപ്പൊ അത്രയേ ഉള്ളോ? ഓ, 100 വട്ടം തിരക്കായിപ്പോ. മര്യാദക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല. ആ മുത്തങ്ങര എസ്റ്റേറ്റിന്റെ കേറും കോപ്പും ഒന്നും പറയണ്ട. ഒന്ന് ക്ഷമിയുണ്ട് രാഹുൽ ചേട്ടാ. പിന്നെ രാഹുൽ ചേട്ടാ, കഴിഞ്ഞ ആഴ്ച AKGയിൽ രാഹുൽ ചേട്ട കിടന്നപ്പോ ഒരു സംഭവം ഉണ്ടായി. വിശ്വസിക്കാൻ ഇത്തിരി പാടായിപ്പോയി. എന്താടാ അത്? രാഹുൽ ചേട്ടനും കണ്ട് ആ ഹോസ്പിറ്റലിന്റെ സ്റ്റെപ്പ് ഇറങ്ങി വരുമോ, പിറകിന്നൊരു വിളി മാറവേട്ടായിരുന്നു. തിരിഞ്ഞു നോക്കിയപ്പോ കോട്ടും സൂട്ടും പിന്നെ ഒരു കോപ്പും ഇട്ടോണ്ട്. എന്തോന്നാ താമത്? എന്ത്? ആ കോപ്പ് ഇട്ടോണ്ട് ഒരുത്തൻ ഇങ്ങനെ ചിരിക്കുന്നു. ആദ്യമൊന്നും എനിക്ക് മനസ്സിലായില്ല ആളെ. പിന്നെയല്ലേ മനസ്സിലായത് നമ്മുടെ വടക്കേലത്തെ രാജരാജന്റെ മോൻ ഇപ്പൊ ഡോക്ടറാ. ഞാനൊന്ന് അന്താളിച്ചു പോയി. പിന്നെ അന്താളിക്കാതെ നമ്മുടെ പറമ്പിലൂടെ വട്ടിലിട്ട് നടന്ന ചെക്കനല്ലേ. കാലത്തിന്റെ ഒരു പോക്കേ. അതിലിട്ട് അന്താളിക്കാനൊന്നുമില്ലടാ. പഠിക്കാൻ മെടുക്കാനായിരുന്നു അവൻ. പിന്നെ ആ രാജഗോപാലിന് ഇപ്പൊ പഴയ കള്ളി കിട്ടാനൊന്നുമല്ല. വലിയ അബ്കാരിയാ. പണം ഒരു വാരി ചെലവാക്കിയാ മോനെ പഠിപ്പിച്ചെന്നാ കേട്ട്. അത് ശരിയാണ്. പണം വാരി അറിഞ്ഞാൽ ഇപ്പൊ എന്താ നടന്നുകൂടാത്തത്? പത്രത്തിലെ സ്വാശ്രയ കോളേജ് വിദ്യാഭ്യാസ കച്ചവടത്തെ പറ്റി ഇപ്പൊ വായിച്ചു തീർന്നതേയുള്ളൂ. ഓരോരുത്തൻ യോഗം.
ഇവിടെയുണ്ട് 2 പിള്ളേർ. എന്തിനു കൊള്ളും? വെറും തിരിഞ്ഞു കളിയും മാടിക്കെട്ടും. അതിന് നിന്റെ പിള്ളേരല്ലായോ? ഞാനേട്ടാ അത്ര സുഖമില്ലാന്ന് പറഞ്ഞു 6ാം ക്ലാസ്സിൽ നിന്ന് ഓടി നീങ്ങില്ല പടി കണ്ടോടാ. അതുപോലെ ഇരിക്കും. അത് പിന്നെ അന്നത്തെ പോലെയാണോ ഇന്ന്? അന്നൊക്കെ ജീവിക്കാൻ പെട്ട പാട് കുറെയൊക്കെ രാമനേട്ടന് അറിയുന്നല്ലേ. പിന്നെ ഇവന്മാർക്കിടെ എന്തിന്റെ കുറവാ? ആ അതൊക്കെ പോട്ടെ. രാമനേട്ടാ, നമ്മുടെ ഇവിടുത്തെ ദാമവും ധനിയില്ലേ, പഠിക്കാൻ മിടുക്കനാണ്. ഇപ്പൊ എന്തൊക്കെയോ പഠിച്ച് പാസ്സായാൻ ഇങ്ങനെ നിൽക്കുക. എന്തോന്നാടാ അത്? എൻട്രൻസ്. എന്ത് എൻട്രൻസ്? ആ, എൻട്രൻസ്. ഡോക്ടർ പഠിത്തത്തിനുള്ള നിയമനത്തിനുള്ള പരീക്ഷ. അത് പഠിച്ചു കഴിഞ്ഞാ ദാമുന്തരീൻ ആരാ? ഇവിടുത്തെ ഡോക്ടർ ആണോടാ ദാമു? ഉഷാറാക്കി പഠിപ്പിക്കണം കേട്ടോ അവനെ. ഭാര്യ സരസ് വിളിക്കണമെന്നാ തോന്നുന്നത്. ചെല്ല്. ആ പിന്നെ ദാമു, അവൻ പഠിക്കാൻ പോയി തുടങ്ങിയോടാ? ഇല്ല മാധവേട്ടാ, അവന്റെ പഠിത്ത കാര്യം ഇത്തിരി കഷ്ട. അതെന്താടാ? നീ അല്ലല്ലോ പഠിക്കാൻ പോണത്, നിന്റെ അനിയനല്ലേ. പിന്നെന്താ ഇത്ര കഷ്ടം? അത് മാധവേട്ടാ, കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരത്ത് മെഡിസിന്റെ അലോട്ട്മെന്റിന് പോയപ്പോ ഇവിടുത്തെ ഷൺമുഖം കോളേജിൽ ഈ 21 ചേരാനായിരുന്നു അവിടുന്ന് പറഞ്ഞത്. ഇവിടുത്തെ ഷൺമുഖംസിലോ? ആഹാ, അപ്പൊ പിന്നെ സുഖായില്ലേ? നിന്ന് പഠിക്കണ്ടല്ലോ. പിന്നെ എന്താ ഇത്ര കഷ്ടം? കാശിന്റെ വല്ലതും ആണോടാ? മാധവേട്ടാ, അതിപ്പം എന്താഴാണ് കപ്പലിന്റെ മാതിരി? കാര്യം പറ മാധവേട്ടാ. ഇപ്പത്തെ പുതിയ കോടതി നിയമം പ്രകാരം ഷൺമുഖം കോളേജിൽ രാജുവിനെ പഠിപ്പിക്കാൻ അവരുടെ കോളേജ് മാനേജ്മെന്റ് പറയണ കാശ് കൊടുക്കണം. വലിയ തുകയാവും. എന്റെ വീടും പുരയിടവും വിത്തൊന്നും തിരിയൂല അവിടെ കൊടുക്കാനുള്ള കാശ്. അതുകൊണ്ട് ആ പൂതി ഞാനൊന്ന് ഉപേക്ഷിച്ചു മാധവേട്ട. ആ പൂതി നിനക്ക് മറക്കാൻ പറ്റുമെങ്കിൽ കഷ്ടപ്പെട്ട് പഠിച്ച നിന്നെ അനിയന് പറ്റുമോ? ഇതൊക്കെ ആഗ്രഹം ഉണ്ടാവും ചെക്കൻ. ആ നീ പോയി കണ്ട് സംസാരിച്ചോ ആ കോളേജ് നിർമ്മാണന്മാരോട്? കണ്ടു മാധവേട്ട, പണത്തിന്റെ കാര്യത്തിൽ കടുകിട വിട്ടുവീഴ്ചയില്ല. അവര് 10 ലക്ഷം ചോദിക്കുന്നത്. കൊള്ളക്കാരെ പോലെ അവരുടെ പെരുമാറ്റം. ഒന്നും നടക്കൊന്നും തോന്നുന്നില്ല. ഓഹോ, അപ്പൊ അങ്ങനെയാണല്ലേ കാര്യങ്ങള്? ഇവിടുത്തെ ഷൺമുഖംസും ഈ ആർത്തിപ്പണ്ടാരങ്ങളുടെ ഭരണമാണല്ലേ? ദാനു, നിന്റെ അനിയനും കൊണ്ട് ഞാൻ പോയാം ഇവന്മാരുടെ അടുത്തേക്ക്. പറഞ്ഞു ശരിയാക്കാം. ന്യായത്തിലുള്ള കാട്ടാണെങ്കിൽ തോക്കുക തന്നെ ചെയ്യും. മാധവൻകുട്ടി 2 വർത്താനം പറഞ്ഞാൽ ശരിയാകാത്ത ഒരുത്തനും കതിരീരങ്ങോടി ഇല്ല. എന്നിട്ടല്ലേ ഇവന്മാർ. അപ്പോ 21 തയ്യാറായിട്ടാണ്.